അല്ല ഭർത്താവ്. എനിക്കറിയില്ലേ. നിനക്കറിയില്ലല്ലേ, നിന്നെ എന്റെ ഈശോ, എന്റെ ഈശോ, എന്റെ ഈശോയേ, എന്റെ നാടോടിഞ്ഞേ, എന്റെ അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോ, എന്റെ നാടോടിഞ്ഞേ. അയ്യോ, നിനക്കറിയില്ലല്ലേ. കാസർഗോഡ് കാദർ ബായിയുടെ മകൻ കാസിം ബായ്. എന്റെ കർത്താവേ, ഞാനിതാ പോണേ. അച്ഛന് അങ്ങനെ അങ്ങ് പോവാൻ സമ്മതിക്കില്ല അച്ഛോ. എന്താ അച്ഛോ അവന്റെ ഒരു ആരോഗ്യം? ആന കരിമ്പുന്തോട്ടത്തിൽ കേറിയ പോലെ എല്ലാം ഇടിച്ചങ്ങ് തകർത്തില്ലേ? ആന കരിമ്പിൻതോട്ടത്തിൽ കയറി തകർക്കണത് താണ്ടമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വെച്ച് വിളമ്പണ്ട. ഞാനില്ലായിരുന്നെങ്കിൽ ഈ സൂസി ടീച്ചർ ശവമായിരുന്നേനെ. മോനെ, എന്നെ ഒന്ന് പിടിച്ചേ. നീ ഒറ്റൊരുത്തനാ ഇത് മുഴുവൻ വരച്ചു വെച്ചത്. അന്ന് ആ റോഡിൽ കിടന്നിരുന്ന പാവെടുത്തോണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? എടുത്തതല്ലോ, കിട്ടിയതല്ലേ. മിണ്ടരുത് നീ. ബോംബെയിലെ അധോലോക രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ആളെ കൊല്ലാൻ ഒരു മടിയില്ലാത്തവരാണച്ചോ. ഏതോ ഒരുത്തൻ ബോംബെ നിന്ന് വന്നു പറഞ്ഞു. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതോ ഒരുത്തനോ? ഓ, അവനെ ഒന്ന് കാണേണ്ടത് തന്നെയാ. 6 ഇഞ്ച് 8 അടി പൊക്കം, ഒത്ത ഹൈറ്റും. അവന്റെ കൈ കൊണ്ട് ഒരു ഇടി കൊണ്ടിട്ട് ഞാൻ ചളുങ്ങിപ്പോയി. പോലീസിൽ അറിയിക്കാച്ചോ? അറിയിച്ചാലും പ്രശ്നമാണച്ചോ. പിന്നെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ആരും വരില്ല. പ്രോഗ്രാം അറിയിക്കണ്ട. നിനക്കൊക്കെ അത് പറയാം. ഏതായാലും നാളെ മുതൽ പ്രോഗ്രാമിന് ഞാനുണ്ടാവൂല. അതെന്താ? നാളെ നീ ആത്മഹത്യ ചെയ്യാൻ പോവാ? അതൊന്നും തീരുമാനമായിട്ടില്ല. ഏതായാലും നാളത്തെ പ്രോഗ്രാമിന് ഞാനുണ്ടാവൂല. നാളെ എനിക്ക് പനിയായിരിക്കും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിസാമേ. കാസിംബായുടെ ഇടിയുള്ളുമ്പോ എല്ലാം ശരിയായിക്കോളും. എന്റെ കർത്താവേ, ഇങ്ങനെയുണ്ട് ഒരു ജന്മം. നീ എപ്പോ വന്നു? ഞാൻ വരുന്ന വഴിയാ. നിന്നോട് വരണ്ടെന്ന് പറയാൻ നമ്മൾ ഷൗക്കത്തേലോട് പറഞ്ഞിരുന്നല്ലോ. ഓനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. ബാപ്പയെ ജയിലിലാക്കിയവർ പുറത്ത് തമാശയും കാണിച്ച് സൂക്ഷിച്ചു നടക്കുന്നത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ ബാപ്പ പറയുന്നത്? ഏതായാലും നമ്മൾ ഇതിനകത്തായി. 5 കൊല്ലമെന്ന് പറയുന്നത് നാളെ പോയി മറ്റന്നാൾ കഴിയും. ഞമ്മക്കിവിടെ പരമാനന്ദ സുഖവാ. ഗോതമ്പിന്റെ ഉണ്ട സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഷുഗർ ഒട്ടുമില്ല. ഇറച്ചിയും മുട്ടയും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളും ഇല്ല. അല്ലറ ഇല്ലറ പണിയെടുക്കുന്നതുകൊണ്ട് പ്രഷറും ഇല്ല. കിടക്കുമേ കിടക്കാത്തതുകൊണ്ട് നടുവേദനയില്ല. പിന്നെ ആൾ കൂടെ ഉള്ളത് കൊതുകിന്റെ ശല്യമാണ്. അതിനിപ്പോ ഒരു സാധനം ഉണ്ടല്ലോ. എന്താണ് അതിന്റെ പേര്? ഓ, ഞമ്മന്റെ നാക്കിന്റെ തുമ്പത്തിരിക്കുന്നു. ഈ വലിയ വലിയ ആൾക്കാർ കിടക്കാൻ നേരത്ത് പറയുന്ന ഒരു ഭാഷയുണ്ടല്ലോ. എന്താണ് സാറന്മാരെ? ഗുഡ് നൈറ്റ്. ആ സാധനം തന്നെ. അതുള്ളതുകൊണ്ട് കൊതുക് കടിയില്ല. അതുകൊണ്ട് നീ നമ്മുടെ കാര്യം വിട്.
നാളെ തന്നെ നീ ബോംബെക്ക് പോക്കൂ. അപ്പോ പിന്തിരിപ്പിക്കാൻ തന്നെയാണ് ബാപ്പയുടെ ശ്രമം. ഇല്ല ബാപ്പ, കാസർഗോഡ് കാദർബായിയുടെ മകൻ കാസിം ഒരു തീരുമാനമെടുത്താൽ അത് നടത്താതിരിക്കില്ലെന്ന് ബാപ്പയ്ക്ക് അറിയാമല്ലോ. ആ മിമിക്രിക്കാരെ കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. ഇങ്ങനെയുള്ള ബിസിനസ് വേണ്ടാന്ന് ഞാൻ എത്ര കാലായി ബാപ്പയോട് പറയണ. നീ ബോംബെ ചെന്ന് ചരക്കയക്കാൻ തുടങ്ങിയതാ വീണ്ടും ഈ കുഴപ്പത്തിന് കാരണം. ഉമ്മ വിചാരിക്കുന്നത് പോലെ അത്ര മോശം ബിസിനസ് ഒന്നും അല്ല ഇത്. വെറും കാലിച്ചാക്ക് കച്ചവടക്കാരനായിരുന്ന ബാപ്പ ഈ നാട്ടുകാർ ബഹുമാനിക്കുന്ന കാസർഗോഡ് കാദർബായി ആയത് ഈ ബിസിനസ് കൊണ്ടാ. വെറും കാലിച്ചാക്ക് കച്ചവടക്കാരനായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉമ്മയെ അമേരിക്ക കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റുമായിരുന്നു. പണം ഉണ്ടായിട്ട് എന്താ കാര്യം? സുഖമില്ലാത്ത ബാപ്പ ജയിലിൽ കിടക്കണ കാര്യം നീ ഒന്ന് ഓർത്തു നോക്കിയേ. ഇനി കൂടുതലൊന്നും ബാപ്പ ജയിലിൽ കിടക്കേണ്ടി വരില്ലുമ്മ. ഏതായാലും നമ്മുടെ എല്ലാം ഫോട്ടോ കാസിംബായുടെ കയ്യിലുള്ള സ്ഥിതിക്ക് അയാൾക്ക് നമ്മളെ പിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് തീരുമാനിച്ചു. മലപ്പുറത്ത് നമ്മുടെ വീട്ടിൽ പോലെ അല്ല, എന്റെ തലയെ മൊട്ടയടിച്ച് വീശാൻ പഠിക്കും. അപ്പൊ പിന്നെ എന്നാരും തിരിച്ചറിയൂലല്ലോ. ഞങ്ങളും ഒന്ന് തീരുമാനിച്ചു. പൊട്ടടിക്കാനാ? അല്ല, നിന്നെ പിടിച്ചുകൊണ്ടായ കാസിംബായുടെ കൈ കൊടുത്തുള്ള വിവരവും പറഞ്ഞ് ഞങ്ങളുടെ തടി തപ്പാൻ. നിങ്ങളിങ്ങനെ തമാശയും പറഞ്ഞോണ്ടിരിക്കാതെ അയാളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വല്ല മാർഗം ഉണ്ടെന്ന് ആലോചിക്കേ. ഒരു വഴിയുണ്ട്. വല്ല മന്ത്രവാദിനും വീട്ടിൽ പോകാനായിരിക്കും. ആക്കല്ലേ ഒരിക്കലും ഒരു അബദ്ധം പറ്റി പറഞ്ഞാൽ മതി, അബദ്ധമായിരിക്കും. മതിയാക്ക്. ഞാനൊരു വഴി പറയാം. കൊണ്ടോട്ടിയിൽ എന്റെ കൊച്ചാപ്പന്റെ ഒരു അസ്മാദിയുണ്ട്. ഇലക്ട്രിക് ഹംസ ഭയങ്കര ദാതയാണ്. 7 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. എടാ ഡാ പഠിക്കാതെ പോടാ. പടച്ചോനാണ് നേര്. സത്യം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നുണ പറയുന്നു തോന്നണ്ട. നമ്മൾ വിളിച്ച അയാൾ വരുമോ? ആ കാര്യം ഞാൻ ഏറ്റു. എന്നാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് കാസിംബായി ഒറ്റയ്ക്ക് എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ്. എന്താ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയി വിളിച്ചു പോടാ. നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കുളിച്ചിടാം. വീട്ടിൽ കൂട്ടായ ഇലക്ട്രിക് കുറച്ച് കഴിയട്ടെ എന്നിട്ടാണ് ഇരിക്കുന്നത്. ഒരു കണ്ണടക്കി. നാളെ നമ്മുടെ ഫൈൻ ആർട്സ് ഹാളിലെ പ്രോഗ്രാം കലക്കാൻ വേണ്ടി തന്നെയാണ് യുവദർശനക്കാർ അതിന്റെ തൊട്ട് മുമ്പിൽ കൊണ്ടുവന്ന് ഓപ്പൺ എയർ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഓപ്പൺ എയർ പ്രോഗ്രാം കാണാൻ സ്റ്റാൻഡേർഡ് ഉള്ള ആരെങ്കിലും പോകൂടാ? അവരുടെ ആലുവിലെ പ്രോഗ്രാം ഞാൻ കണ്ടതാ, നന്നായിരുന്നു. നീ എന്താ ഇത്ര ആലോചിക്കുന്നത്?
പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ പരിപാടി നടത്തിയുള്ള നമ്മുടെ സ്ഥിതി ആലോചിക്കായിരുന്നു. എന്തോ എന്ത് കണ്ടാലും അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഓർക്കണമായിരുന്നു. പാവ എടുത്തവനെ പിടിക്കാനാ കാസിംബായി വന്നതെന്നാ ഞാനത്. അതോ അതെ നന്ദി. നീ ഒരു കാര്യം ചെയ്യ്. നീ നേരിട്ട് ചെന്ന് കണ്ട് കാസിം ഭായിയോടുള്ള വിവരം പറഞ്ഞ ഞങ്ങൾക്ക് മനസമാധാനമായിട്ട് പ്രോഗ്രാമിന് പോവാം. കാസിം ഭായി എങ്ങനെ എന്നെ കൊന്നു കളഞ്ഞാലോ? അപ്പൊ ഞങ്ങൾക്ക് കൊള്ളാവുന്ന ഒരുത്തനെ ട്രൂപ്പിൽ എടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എന്റെ മയ്യത്ത് കാണുകയും ചെയ്യാം. അതെ. അതോ